ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മിസ്റ്റർ മീറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ തന്നെ നേരെ ഗെയിമിലേക്ക് കടക്കാം. ഇരുട്ടന്നെയല്ലോ കേട്ടോ. എന്താവും ഗൈസ്? എന്താവും നമ്മളെവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയുമോ ഗൈസ്? നമ്മളൊരു വണ്ടിയിലാണുള്ളത്, മിസ്റ്റർ മീറ്റിൻ്റെ സ്വന്തം വണ്ടി. നമ്മളിന്ന് രക്ഷിക്കാൻ പോകുന്നത് ആ കാറിലെ പെൺകുട്ടിയാണെന്ന് തോന്നുന്നത് ഗൈസ്. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇയാളൊരു ഇറച്ചി വിൽപ്പനക്കാരനാണ്. പിന്നെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഒരു സൈക്കോ ആയതെന്ന് അറിയില്ല ഗൈസ്. നല്ല വലിയ വീടൊക്കെ തന്നെ, നല്ല വലിയ വീട്. നമ്മളിപ്പോൾ ഗണ്ണ എല്ലാം അടിച്ച് പൊട്ടിക്കട്ടാ. ഡോർ ഓർക്കാനാവുന്നില്ല ഗൈസ്, ഇറ്റ് ഈസ് ബ്ലോക്ക്ഡ്. നമുക്ക് എന്നാലും അടിച്ച് പൊട്ടിച്ചാലോ? ഗണ്ണിനെ കൊണ്ട് വെടിയാക്കാനാവുന്നില്ല ഗൈസ്. ഇതെങ്ങോട്ടാ ഗൈസ് പോണത്? ഇതാ ഈ ഡോറിനെ പൊട്ടിച്ചു ഗൈസ്. ഇതിൽ പൊട്ടിക്കാനോ? നമുക്ക് നേരെ ഈ കുഴീൻ്റെ അടുത്തേക്ക് പോകാം. നമ്മൾ ഒരിക്കൽ ഇത് കളിച്ചിട്ടുണ്ട് ഗൈസ്, വീഡിയോ ഇടാൻ തന്നെയാണ്. പിന്നെ തോറ്റോണ്ടുകൊണ്ട് പിന്നെ വീഡിയോ ഇടിച്ചാൽ ഇപ്പം അപ്പുറത്തേക്ക് കൂടി വരുമ്പോൾ നമുക്ക് ഇപ്പുറത്തേക്ക് കൂടി പോയത്. കുറേ ബുദ്ധികളുണ്ട് ഇതിൽ, പക്ഷേ നമ്മട്ടൊക്കെ അതില്ല. ശിവ കണ്ടു ഗൈസ്, ശിവണം കണ്ടു, വാസു കണ്ടു ഗൈസ്, വാസു കണ്ടു. ഇനി വാസു ഇപ്പുറത്തേക്ക് കറക്റ്റ് കണ്ടിട്ട് നമ്മളെ അപ്പുറത്ത് എത്തിയിട്ടുണ്ടാവുമല്ലോ ഈ സമയം കൊണ്ട്. വാസു ഇതാ ഇപ്പുറത്തെത്തിയില്ലേ എന്നെ വാസു? ചിരിക്കലടാ, ചിരിച്ച ലൈറ്റ് ഹൗസ്. വാസു ഇപ്പുറത്തെത്തി വാസു. നമുക്കിങ്ങനെ കളിപ്പിച്ചോണ്ട് നല്ല വാസുവിനെ വേണ്ട, സമയമില്ല. അല്ലെങ്കിൽ നമുക്ക് പൈൽസ് ഇടിച്ചിട്ടുണ്ടായി. പൈൽസ് അതിൻ്റെ പ്ലേയേഴ്സ് എന്നല്ല പറയല്. ഇപ്പം മുകളിലേക്ക് വരും ഗൈസ്. മറ്റേ മുട്ടായി ചുറ്റി പിടിച്ചിട്ട് ചിരിച്ചാൽ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പോൾ എന്താ ഗൈസ് മുട്ടായിൻ്റെ ചുറ്റിങ് ഇടക്കിടക്കണ ഒന്ന് പറഞ്ഞിട്ട് തിന്നോണ്ടിരിക്കുന്നത്. ഞാൻ എന്താ ഗൈസ് മുകളിലൊന്നും കാണുന്നില്ലല്ലോ. അവൻ്റെ മൊട്ടത്തല എന്തെന്ന് ഗൈസ്, അവൻ്റെ കുടവയർ. മിസ്റ്റർ മീറ്റ് ആ കുടവയർന്ന് വരുവാ. ക്ലബിൽ ഫുട്ബോൾ കളിക്കാൻ ബോളില്ല. യെസ്, നമുക്ക് പ്ലേയേഴ്സ് എടുത്തിട്ട് ഇടാൻ ബോയ്സ്. നമുക്ക് ഇന്ന് ഇവിടെ ഒളിച്ചിരിക്കാം ഗൈസ്. മിസ്റ്റർ മീറ്റ് എന്തായാലും താഴെ കയറാൻ ഒരു ചാൻസ് കൂടുതലാണ്. എന്നെന്തായാലും വരും ഗൈസ്. വന്നില്ലേ? ചിരിച്ച ലൈറ്റ് ഹൗസ്, അടിച്ച പവർ ഹൗസ്. എൻ്റെ ഗൈസ് ചങ്ങായി ഒരു സൈക്കോ തന്നെ കേട്ടാ. അത് ഇവിടെ എത്തിയാ പാവന്നെപ്പാ ചങ്ങായി. മറ്റേ സ്റ്റിക്കർ എടുത്ത മുട്ടായപ്പോഴും മനസ്സിൽ ഇതിലുണ്ടെന്ന് തോന്നുന്നു. കൈക്ക് മൊത്തം സ്റ്റിക്കർ തന്നെ. അപ്പുറത്തെത്തി പാവം. നമ്മൾ തമ്മിൽ ഇപ്പുറത്തെത്തിയില്ലേ? മോട്ടെ ഇവിടെ ഉണ്ട് കേട്ടാ, കണ്ടിട്ടേ. ശേ പാവന്നെ വാ. അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഗൈസ്? ഒരു അറയോ ഗുഹയോ? ഇങ്ങോട്ടേക്ക് വരട്ടെ. വന്നാ താറ്റാ. ഇവിടെ എന്ത് ഗൈസ്? ഇത് അപ്പുറത്തേക്കുള്ള വഴിയല്ലേ? മൊട്ടേ ദിസ് ഈസ് മൈ മൊട്ടേ, മൈ മുട്ടായി ചുറ്റിക്ക പിടിച്ച മുട്ട പോളാ മൊട്ടേ. ഗൈസ് മുട്ടയ്ക്ക് നമ്മളെ പിടിക്കാൻ കിട്ടൂല ഗൈസ്. ഇവൻ ഇവിടെ നിന്ന് കറങ്ങിക്കൊണ്ട് ഗൈസ്. ഡബ്ബ നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു ഗൈസ്. ഞാൻ അവിടെ നിന്ന് കളിച്ചിട്ട് കാര്യമില്ല, നമുക്ക് വേറെ രക്ഷപ്പെടേണ്ടതാണ്. പക്ഷെ നമ്മ എന്തിനാണ് ഗൈസ് കണ്ട സ്ഥലത്തിൽ ഒളിച്ചിരിക്കുന്നത്? ഭ്രാന്ത്. മിസ്റ്റേഴ്സിനെ അടി കിട്ടണം, അയാൾ ഇടക്കിടയ്ക്ക് വന്നുകൊണ്ട് നിൽക്കുന്നത്. കണ്ടിട്ടേ ഇതുവരെ ഏത് മൊട്ടാ ഗൈസ്? മൊട്ടേ നിനക്കെന്താ കണ്ണാടി കാണിച്ചിട്ടോ? 60+ പോയത് അതിന് കണ്ണില്ല. അച്ഛേ മിസ്റ്റർ മീറ്റ് മോശം, മ്ലേച്ചം. മിസ്റ്റർ മീറ്റ് ഒരു പൊട്ടനാണ് ഗൈസ്. മണ്ടരെന്നെല്ലാം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മണ്ടർ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ഗെയിമിൽ മറ്റേ ഇവൻ മണ്ടരായിരുന്നു. നമ്മൾ ഏതൊക്കെ കളിച്ച ഗെയിം? ബേബീൻ്റെ അല്ലേ ആ മുട്ട. 2 മുട്ടേരെ ഇതുവരെ കളിച്ച ഹൊറർ ഗെയിംസിന് 2 മുട്ടേരെ ഗൈസ്. നമുക്ക് നേരെ ബുള്ളറ്റ് എടുക്കാൻ പോവാം ഗൈസ്. ഇതിന് അങ്ങോട്ടേക്ക് ഒരു ഷെഡ്, അതിൻ്റെ മുകളിലേക്ക് തുള്ളാനാവും. ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഷെഡിലേക്ക് തുള്ളാനാവും. നമുക്ക് ഷെഡിലേക്ക് തുള്ളാം. നമ്മ ഇതിൻ്റെ മുകളിൽ കത്തിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ മുട്ട എത്തിയ കഷണ്ടി കണ്ട് കാണുമ്പോൾ ഇല്ല മറ്റേ സാധനം എന്നാ പുറത്തിട്ട് കളി. അതൊന്നും അപ്പുറത്തേക്ക് വന്ന് നമ്മൾ ഇടലില്ലേ? പക്ഷേ ഈ മിസ്റ്റർ മീറ്റ് ഒരു മണ്ടർ തന്നെ. മിസ്റ്റർ മീറ്റ് ചങ്ങായി നാവും തുറക്കില്ലേ? നാവും ഇടുമുണ്ടാവും മൊത്തം ചോര. ഇയാൾ നിന്ന് പാട്ടിൻ്റെ ചോരെല്ലാം കുടിക്കുന്നുണ്ടപ്പോൾ. വന്നല്ല നീ പോട്ടെ, അങ്ങോട്ട് പോയിരി പ്രാന്താ. അവിടെ ഇവനെന്തറിയത്? ഇവന് ബുദ്ധിയില്ല സ്മോട്ടക്ക്.
ബുദ്ധി ഇല്ലാത്ത മുട്ട. ഗായ്സ് നമുക്ക് നമ്മളെ ഗണ്ണെടുക്കാം. ഇനി നമുക്ക് ഗണ്ണെടുത്തിട്ട് ഷെഡ് പോവാം. നമ്മളെ ഗണ്ണിൽ ബുള്ളറ്റ് ഇല്ല ഗായ്സ്. നമുക്ക് ഇനി വീണ്ടും ഷെഡിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇതിൻ്റെ കൂടെയെല്ലാം തുള്ളാൻ ഒരു പ്രാന്താ. നമ്മേൻ്റെ അങ്ങ് ചവിട്ടിപ്പൊളിക്കും ഗായ്സ്. മിസ്റ്റർ വീണ്ടും കാണുന്നില്ലല്ലോ. ആ വന്നാ എൻ്റെ മുട്ടത്തലേ അതുള്ളു പോലെ എൻ്റെ പൊട്ടനെ ഗൈസ് പൊട്ട ഹൊറർ ഗെയിം പാർട്ടി എന്നൊരു പൊട്ട കോമഡി. മറ്റേ ആദ്യം തൊട്ട് അവസാനം വരെ മുട്ടയുടെ അഴിഞ്ഞാട്ടം ഷോട്ട് ഗൺ ബുള്ളറ്റ് റെഡി ആയിട്ടുണ്ട്. അത് കടൽ കുഴഞ്ഞ് മുട്ട കാണുന്നില്ലല്ലോ. മുട്ടക്കിട്ട് പൊട്ടിക്കാൻ ഗൈസ്. വന്നല്ലേ വാ ശുക്കാമണി നോക്കി പൊട്ടി ഗൈസ്. യെസ് അവൻ്റെ ശുക്കാമണി പൊട്ടി ഗൈസ്. നമുക്കൊന്ന് റിലോഡാക്കി നോക്കാം. ഇതിന് ആവശ്യം വരില്ല പറയാനാവില്ലല്ലോ. ഇനി ഇവിടുന്ന് ഒരു കോഡ് കിട്ടും ഗൈസ്. ഇത് മുകളിലൊരു റൂമുണ്ട്. അവിടെ നമുക്ക് പോയി കൊടുത്താൽ ഒരു കീ കിട്ടാനായി ഇതാ തോന്നുന്നത്. അതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള കീ. ഇവിടെ തന്നെ ഇവിടെ ഇത് വെക്കണം. ഇതിന് ചുറ്റിക കൊണ്ട് അത് അടിച്ച് പൊട്ടിക്കണം. ചുറ്റിക ഇനി കണ്ടുപിടിക്കണമല്ലോ. ഇവിടെ നിന്നും നമുക്കൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഗൈസ്. ഇവിടെ ഒന്നുമില്ല. ഹാമർ കിട്ടി ഗൈസ്. ചുറ്റി കെട്ടി ഇതാണ് നമുക്ക് വേണ്ടത് അതടിച്ച് പൊട്ടിക്കാൻ. പക്ഷെ നമുക്ക് താഴെ അല്ല മുകളിൽ തന്നെ ഒരു പരിപാടിയുണ്ട്. മുകളിൽ അതടിച്ച് പൊട്ടിക്കാം. ഇനി അതായില്ലടാ. ഇനി കാക്കാട് എടുത്തിട്ട് നമുക്ക് ആ ലോക്കർ അടക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ആ ചുവന്ന കീയാരും കിട്ടും ഗൈസ്. അതവിടെ കിട്ടി. ഇപ്പോൾ ആവശ്യമില്ല. ബാക്കിയുള്ള സാധനങ്ങൾ പിടിക്കാം. ഇവൻ എണീച്ചിട്ടേ വഴിക്കുന്ന മാറേ. പക്ഷേ ഇവന് ചൊറയാലോ. മുട്ട നിൻ്റെ ഒന്നുകൂടെ അടിച്ച് പൊട്ടിക്കും ഞാൻ. അത് ദേഷ്യമൊന്നുമല്ല. ഇനി ഒരു തോക്കല്ലവിടെ പോയി. ഇനി ഒരു കീയും കൂടി കിട്ടാണ്ട് ഒരു ഗ്രീൻ കീ എന്ന് പറഞ്ഞിട്ട് അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതെടുത്തിട്ട് ആ പന്നീൻ്റെ അടുത്തേക്ക് വേണം ഗൈസ്. പിന്നെ അറ്റൻഷനായി കിടക്ക് വാതിലടിച്ചിട്ട് ചങ്ങ അറ്റൻഷനായി ഗൈസ്. ഇവിടെ നിന്ന് കിട്ടി ഗൈസ്. നമുക്ക് ഗ്രീൻ കീ കിട്ടി. ഇനി നമുക്ക് ആ സ്ഥലം പോയി തുറക്കണം. അവിടെയാണ് പന്നി ഉണ്ടാവുക ഗൈസ്. പിക്ബുൾ എണ്ണുമ്പോൾ പന്നിൻ്റെ തടിയാണ് ഗൈസ്. മറ്റേ എപ്പോഴും മിസ്റ്റർ വീട്ടിൽ തിന്നു പോയിരുന്നു. അത് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഇട്ട് പില്ലേഴ്സ് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഗൈസ്. മറന്നു പോയല്ല. മുട്ട നീതരം എണീച്ചിട്ടേ അറ്റൻഷനായി കിടക്കുന്ന വേണ്ടടാ. ഞാൻ വെറുതെ തമാശ പറഞ്ഞേ. നേരെ കിടന്ന് കൈ ഉള്ളിലിട്ടോ ഒന്നും ചെയ്യുന്നില്ല. ഇൻസൈഡ് ആക്കണം കേട്ടോ. എപ്പോഴും അതെ കേടാ. ഇനി നമ്മൾ നല്ല കുഞ്ഞാവില്ലേ. നല്ല മുട്ട കൊടുക്കണാവില്ലേ. എൻ്റെ മുട്ടയല്ലേ മോനെ. നീ തന്നെ കിടന്നുറങ്ങ്. എനിക്കതേ നല്ലത്. നമുക്കിനി പില്ലേഴ്സ് അവിടെ വെച്ചത് നമ്മൾ ആ മുട്ട ഒന്നും ഇങ്ങനെ ഓനെ കൊന്നിട്ട് പോയായിരുന്നു. ഇനി ഓൻ ഉണ്ടായിട്ട് പോയിട്ട് വലിയ പ്രശ്നം. ഓൻ വീണ്ടും അങ്ങോട്ടേക്ക് വന്നാൽ 120 സെക്കൻഡ് പറഞ്ഞിട്ട് നീ 10-20 മണിക്കൂർ എണീച്ച. ഹലോ അവൻ നെക്സ്റ്റ് ഡേ ഹെഡ് മുട്ട എവിടാ അതിൻ്റെ. അതും തീർന്നിട്ടുണ്ട് ഗൈസ്. മുട്ട അടിച്ച് കലക്കിയിട്ടുണ്ടമ്മ അവൻ്റെ. ഇനി അവനൊന്നും നമ്മൾ ചെയ്യാനാവില്ല ഗൈസ്. ഒന്നും തന്നെ ചെയ്യാനാവില്ല. ഗൈസ് അപ്പോൾ നമ്മൾ അവനെ കൊന്നിട്ടുണ്ട്. നമുക്ക് നമ്മളെ പില്ലേഴ്സ് എടുത്തിട്ടൊന്ന് അങ്ങോട്ടേക്ക് പോകണം. അതിനുമ്പോൾ നമുക്ക് റെഡ് കീ അല്ല ചുറ്റിക അതിൽ തൊടാനാവില്ല. വെറുതെ അതിലേക്ക് ഗ്ലൗസ് ഇല്ലാണ്ട് അതിൽ തൊടാനാവില്ല. വെറുതെ ഒരു പണി കാണിച്ചാൽ വേറെ പട്ടെ ഈടെ കേസ് നമ്മൾ പില്ലേഴ്സ് ആടിയന് അല്ല കേസ്. ഗ്ലൗസ് കിട്ടി. ആടെയാ ഗ്ലൗസ് ഉണ്ടായിന്. നമുക്ക് വേഗം കിട്ടിയല്ലോ. ഇനി നമ്മളെ ചുറ്റി കിടക്കണം. ചുറ്റി കെട്ടി ചുറ്റിക വെച്ചാൽ നമുക്കൊരു പണിയുണ്ട് കേസ്. ചുറ്റിക വെച്ചാൽ അവിടെ നിന്ന് തുറക്കാണ്ട് ചുറ്റിക വെച്ച് നമുക്ക് ക്യാമറ അടിച്ചോടി കേസ്. ഇതാണ് നമ്മൾ തുറക്കാണ്ട് പറഞ്ഞത്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കീ നീല വെച്ചേക്കൂല അല്ലെങ്കിൽ കേൾക്കും. സെൻസിബിലിറ്റി ജോയ്സ്റ്റിക് സൈസ് പിന്നെ ഇതൊന്നും വായിക്കൽ തിരിയുന്നില്ലല്ലോ. ഈ C1 ക്വാളിറ്റിയാണ്. ഗ്രാഫിക്സ് ക്വാളിറ്റി ഹൈ എല്ലാം ഒക്കെ തന്നെ ഗൈസ്. ജസ്റ്റ് നമുക്ക് നമ്മളെ വിളിക്കണം. ഇനിയെന്ന് പറയാനാണെങ്കിൽ നമുക്കൊന്നുമില്ല. കട്ടിംഗ് പ്ലെയർ എടുക്കണം. കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് തന്നെ അടുത്തേക്ക് പോകണം. ഇത് മുറിക്കണം. വേറൊന്നും പണിയില്ലേ. പില്ലേഴ്സ് കിട്ടിയേ. പില്ലേഴ്സ് നേരത്തെ കിട്ടണ്ടായിരുന്നു. നമുക്ക് പില്ലേഴ്സ് എടുത്തിട്ട് അങ്ങോട്ട് പോകണം. ഇവനെ എണീക്കുക ഗൈസ്. നമുക്ക് ഇവരിട്ട് ഒരു ടോസും കൂടി പൊട്ടിച്ചാലോ. കാണുമ്പോൾ കൊല്ലാൻ തോന്നും മോട്ടേനെ. ഇവൻ എണീക്കുന്നവരെ നമ്മൾ വീണ്ടും കാത്തുക ഗൈസ്. എന്തായാലും ഇത്രയും കാത്തുന്നു. ഇനി അവൻ എണീക്കുന്നവരെ അതിനും കാത്തുക. മുട്ടേ തീപ്പൊരി മുട്ടേ. 2 eternity later. ഇവനിപ്പോഴും എണീക്കൂല ഗൈസ്. 1 day ago. ഒരു ദിവസം ഇവൻ കാണാൻ തുടങ്ങുന്നു. നല്ല കുപ്പായം കേട്ടോ. പിങ്ങിൻ്റെ മറ്റേ പന്നീൻ്റെ.
ഇനി നമുക്ക് ആടെത്താണ് ആടുന്നത് ആക്കുമ്പോഴത്തേക്ക് ഒരു മിക്കാറൊരു 3 മിനിറ്റ് ഇനി എടുക്കുമായിരിക്കും ഗൈസ്. ഇപ്പം എന്തെന്ന് പ്ലാത്തി കിടക്കുന്നത് തന്നെ വീടാണ്. സോറി നമ്മളെ വീടല്ലേ ഇവൻ്റെ തന്നെ അല്ലേ. അവിടെ മൊട്ടേ നിനക്ക് കുറച്ച് മുടിയിൽ നേരത്തെ അഹങ്കാരം കളിച്ചാണ്ടല്ലേ നിന്നെ മുട്ടി ഞാൻ മൊട്ടടിച്ചു വിടും കേട്ടോ. എണ്ണി ചിത്രയും വേഗം ആ കുണ്ടി എല്ലാം വേണ്ട വയറ്. പക്ഷെ കുണ്ടിക്കൊക്കാൻ തന്നെയാണ്. പാവം ഓൻ എന്തിനാണെന്ന് എന്തോ എണീക്കുന്നതെന്ന് ഓൻ വിചാരിക്കത്തില്ലാവും ഗൈസ്. എടാ അതിൻ്റെ മുകളിൽ കയറി കിടന്നാ ബൈൻ്റെ ഉള്ളിൽ എടുക്കുക വേറെ ഒന്നങ്ങോട്ട് വേറെ പിലേഴ്സ് അടിക്കണ്ട ഗൈസ്. കഴിഞ്ഞു നമ്മൾ ജയിക്കുക അത്രയില്ലും ഗൈസ്. ഇവിടെ ഒരു പന്നി ഗൈസ്, വെറും പന്നിയാണ് ഗൈസ്. പന്നി കണ്ടാലും കുറണ്ടൊക്കെ വരും ഗൈസ്. ഇനി നമുക്ക് വേണ്ടത് കട്ടിംഗ് പ്ലെയറാണ്. കട്ടിംഗ് പ്ലെയർ നമ്മൾ അങ്ങ് അപ്പുറത്താണ് ചാടിയത്. ഇതിവിടെയാണ് കട്ടിംഗ് പ്ലെയർ. ഇവിടെ ഇട്ടു ഇതാ വേറെ കട്ടിംഗ് പ്ലെയറിനാ മാറി. അതും കിട്ടി. അതിന് അതും തുറക്കണം. വേറെ ഇനി അധികം പണിയൊന്നുമില്ല. പിന്നെ അത് തുറക്കണം. ആ കുട്ടി എവിടെ ഉണ്ടാവും അതിനെടുത്തിട്ടാണ് പന്നി നമ്മൾ അത് പന്നി ഇലക്ട്രിക് പാനൽ അത് വരുന്നു എൻ്റെ പൊന്നി 50 കിലോ പന്നി. എൻ്റെ അമ്മ ഇവനല്ല ഹാരി ഗൈസ്. പന്നി തടിയൻ ഇവനും അയാളല്ല എന്ത് തടിയൻപാ. നമ്മ താഴത്തി ഇവിടെ ഡാർട്ട് കണ്ണി ഇവിടെ ഉണ്ട്. ബാടമനെ ബാടമനെ പന്നി നിന്റെ 50 കിലോ പിത്തത്തൊടിയായി ഇളക്കി തരടാ പന്നി മോനെ ഓർത്തുറ പിത്തത്തൊടിയൻ ഇതാ ബാടാ എല്ലാം വേണം നിന്നെ പിന്നിടുക. ഇപ്പം വരൂ നമ്മളെ അണ്ണൻ എണീച്ചിട്ടുണ്ടാവും. വാസു ചിരിച്ച ലൈറ്റേഴ്സ് ബാടാ മോനെ അമ്പടിക്കുയിലല്ലേ മോനെ ബാമോനെ ഇവനെ എവിടെ പോയി കിടക്കണ് ഗണ്ണെടുക്കാനൊന്നുമില്ല. ചിരിച്ച പൊട്ട എന്താ പറക്കറോ 60 സെക്കൻഡ് അതെന്താ കുറച്ചിന് വരി വേഗം എണീക്കാനാണ് ഇന്നു നമ്മൾക്ക് ഇനി റെഡിക്ക് ഇനി നമ്മൾ ജയിച്ചു ഇനി ഒരു പണിയുമില്ല. ഇനി നമ്മൾ ജയിച്ചു ഇല്ല. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് പന്നി ഐ ആം കമ്മിങ് ഡാ എന്താക്കണ്ട നീ പന്നി നമ്മ ജയിച്ചു. ഇനി ഒരു പണിയുമില്ല ഗൈസ്, ഒരു പണിയുമില്ല. ഇനി ഇതാണ് റൂം. കേജ് കൊടുത്തു ഞാൻ തുറക്കാം. യെസ് ഗായ്സ്. പന്നിയുടെ പന്നി നമ്മ മിസ്റ്റർവേൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഗായ്സ് എന്താണ് പന്നി നീ എന്നെ ഒന്നും ആകൂല. ആ പെണ്ണിനെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഗൈസ്. പാവം പെണ്ണ് നമ്മളെ കൂടെ വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഗൈസ് പറക്കും വണ്ടി ഉണ്ടാ ഞാൻ കണ്ടി ചാട്ടാ നമ്മളെ കൊണ്ടുപോയി ഇപ്പം ഉണ്ടാവുമല്ലോ ഒരു അപ്പോൾ ഗൈസ് ഈ ഗെയിം പ്ലേ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ഞാൻ ഇത് ഗെയിം കളിക്കണ്ടേ നിങ്ങൾ പറയുക. എല്ലാവരുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.